എന്നാ സാധനമുണ്ട്? ഇതുണ്ടോ? ഇങ്ങനെ എടുക്കണം. മനസ്സിലായോ? എന്റെ നാടാ. ഞാൻ ആരെ നാടാണേലും നിന്റെ 3 ദിവസം കളിക്കാനുള്ള എന്റെ കട ആണോ? ലോട്ടറി തന്നില്ലല്ലോ. ദീപാവലിക്ക് ചെറിയൊരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. എന്താണെന്ന് അറിയത്തില്ല. ചേച്ചി ലോട്ടറി ഉണ്ടോ? ലോട്ടറി ഉണ്ടല്ലോ. നമ്പറുണ്ടോ? നമ്പർ ഓണം നമ്പറോ? ഓണം നമ്പർ തീർന്നതല്ലേ? അതില്ല, അതിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞല്ലേ? ആ, ഈ ലോകത്തൊന്നും അല്ല. അവിടെ നിൽക്കായിരുന്നേ. ആണോ? ചില മൂക്കുത്തി കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ആ, അപ്പൊ അവിടെ നിന്ന് നീ എന്റെ മൂക്കുത്തി നോക്കലായിരുന്നു എനിക്ക് പരിപാടി. അല്ല, നല്ല രസമുണ്ട്. ഞാൻ അങ്ങനെ പോയി പറയാറുണ്ട്. ആ, എന്നാ ദീപാവലിയൊക്കെ അല്ലേ? ദീപാവലി ആഘോഷിക്കണ്ടോ? ഓ, നമുക്ക് ദീപാവലി ഒന്നും ആഘോഷിക്കാൻ തരില്ല. ലോട്ടറി വിറ്റിട്ടുണ്ട്, ദീപാവലി ആഘോഷിക്കും. പേടിക്കണ്ട, സന്തോഷിക്കാനുള്ളൊരു കാര്യമുണ്ട്. എന്നാ കാര്യം? ഞാൻ വന്നില്ലേ? ഇത് കൊണ്ടുവന്നുണ്ട്. എന്നാ സംഭവം? ദീപാവലി അല്ലേ? ദീപാവലിയാന്ന് പറഞ്ഞ ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതുണ്ടോ? എങ്ങനെ ആഘോഷിക്കണം ചേച്ചി പറഞ്ഞു. എന്നെ ആഘോഷിക്കാൻ ഉണ്ടാക്കുന്നത്? അല്ല, ദീപാവലി ആഘോഷിക്കണ്ടേ? ആ, എന്നെ ആഘോഷിക്കാതിരിക്കാൻ നീ മാത്രം. നീ നിന്റെ വീട്ടിൽ പോയി ആഘോഷിച്ചാൽ മതി. ഇവിടെ ഒന്നും നീ തോന്നിയ ദിവസം കളിക്കുന്നത്. അല്ല, ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞാൻ പൊട്ടിച്ചു. അത് ഞാനാരാ നിന്നോട് പറഞ്ഞേ? എപ്പ പറഞ്ഞു? വേറെ സാധനമുണ്ട്. എന്നാ സാധനമുണ്ട്? ഇതുണ്ടോ? ഇത് ഇങ്ങനെ എടുക്കണം. നീ എന്നാ തോന്നിയ ദിവസം ഇവിടെ കിടന്ന് കാണിക്കുന്നത്? ഹോളിയല്ലേ? ഹോളി ആഘോഷിക്കണ്ടേ? ഒന്നും ആഘോഷിക്കുന്നില്ല ഇവിടെ. നിന്റെ തോന്നിയ ദിവസം കളിക്കാനുള്ള എന്റെ കട. മനസ്സിലായോ? എന്റെ നാടാ. ഞാൻ ആരെ നാടാണേലും നിന്റെ തോന്നിയ ദിവസം കളിക്കാനുള്ള എന്റെ കട ആണോ? ലോട്ടറി തന്നില്ലല്ലോ. ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരാ. ഇവിടെയുള്ള ആൾക്കാർ തന്നെയാ. ചേച്ചി അവനെ തല്ലൊന്നും വേണ്ടോ. ഞങ്ങളുടെ ചാനലിന് വേണ്ടി ദീപാവലിയായിട്ടൊരു പ്രാങ്ക് വീഡിയോ ചെയ്താ. സന്തോഷമായിട്ടൊരു 1000 ഞങ്ങളുടെ ചാനലിൽ തരുന്നുണ്ട് പങ്കെടുത്തതിന്. ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിട്ട് 2 പേർക്കും കൂടെ